ശ്രീ ജയചന്ദ്രൻ, കോൺഗ്രസിലെ സംഘടനാ സംവിധാനത്തിലും അതിൻ്റെ പാർലമെൻ്ററി തലത്തിലും തൻ്റെ സ്ഥാനം വളരെ ദുർബലമാണ്, അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ എണ്ണം വളരെ പരിമിതമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് കെ.സി. വേണുഗോപാൽ വി.ഡി. സതീശനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നും. ഇന്നലെ മലപ്പുറത്ത് നടന്ന പരിപാടി കണ്ടാൽ വി.എസ്. ജോയിയെ പോലെ, ആര്യാടൻ ഷൗക്കത്തിനെ പോലെ, കെ.പി. അനിൽകുമാറിനെ പോലെ ഒക്കെ ഉള്ള ആൾക്കാർ വന്ന് കെ.സി. വേണുഗോപാലിൻ്റെ അപദാനങ്ങൾ നിരന്തരമായി പാടിപ്പുകഴ്ത്തുമ്പോൾ പോസ്റ്ററിൽ ഒരു ചെറിയ സ്പേസ് പോലും വി.ഡി. സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഇതില് തുടക്കം മുതലേ കാര്യങ്ങൾ എങ്ങനെയാണ് പുതിയ മന്ത്രിസഭയിൽ ഉരുത്തിരിഞ്ഞ് വന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. പക്ഷേ മലപ്പുറം എപ്പിസോഡിന് പുതിയ ചില മാനങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഷമ്മി. കാരണം 16 MLA-മാരാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളത്. ഇത്തവണ LDF MLA-മാരില്ല, മുഴുവൻ UDF ആണ്. അതിൽ തന്നെ അനിൽകുമാർ, ആര്യാടൻ ഷൗക്കത്ത്, വി.എസ്. ജോയി, നൗഷാദ് അലി, 4 പേര് കോൺഗ്രസ്സുകാരാണ്. നൗഷാദ് അലി മാത്രം, പൊന്നാനി MLA മാത്രം സതീശൻ പക്ഷത്ത് നിൽക്കുന്നു. ബാക്കി 3 പേരും കെ.സി. വേണുഗോപാൽ പക്ഷത്ത് നിൽക്കുന്നു. മന്ത്രിസഭയിൽ കെ. മുരളീധരൻ മാത്രമാണ് വി.ഡി. സതീശനൊപ്പം. പിന്നെ അടുത്ത ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോ വി.ഡി. സതീശനും കെ. മുരളീധരനും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞാൽ ബാക്കി മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരെല്ലാം കെ.സി. വേണുഗോപാൽ പക്ഷത്താണ്. എന്നിട്ടും കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാൻ കഴിയാഞ്ഞതിന് കാരണം നമുക്കറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമാണ്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിനെ ജോസഫ് ഗ്രൂപ്പും ഷിബു ബേബി ജോണും എൻഡോഴ്സ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത്. അത് രഹസ്യമായ കാര്യമൊന്നുമല്ല. പക്ഷെ അന്ന് മുതൽ ഈ ആന്തരികമായി ഈ ദൗർബല്യം, സ്വന്തം പക്ഷത്ത് നിൽക്കാൻ മന്ത്രിസഭയിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള മന്ത്രിമാരിൽ പോലും ആൾക്കാരുടെ ഭൂരിപക്ഷം ഇല്ല എന്നുള്ള വലിയ ആന്തരിക ദൗർബല്യമാണ് സതീശൻ സർക്കാരിന്റെ ഏറ്റവും വലിയ ബലഹീനത. ആ ബലഹീനതയെ പരമാവധി വേഗത്തിലല്ല, പരമാവധി സാവധാനം മുതലെടുക്കുക, ചൂഷണം ചെയ്യുക എന്നുള്ള തന്ത്രമാണ് കെ.സി. വേണുഗോപാൽ ആവിഷ്കരിച്ച് പോരുന്നത്. അപ്പോൾ അത് ഓരോ കാര്യങ്ങളിലും ക്രമേണയായിട്ടാണ് അത് പുറത്തേക്ക് വരിക. ഒറ്റയടിക്ക് അത് പുറത്തേക്ക് കൊണ്ടുവരിക, ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയിലില്ല. കാരണം 5 വർഷം ഭരണം എന്നുള്ളത് കെ.സി. വേണുഗോപാൽ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ സതീശനെ നിഷ്കാസനം ചെയ്യണമെങ്കിൽ അത് സാവധാനത്തിലാകണം. MLA-മാരുടെ വലിയൊരു വിഭാഗം തനിക്കൊപ്പമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സതീശന് ഏറ്റവും നന്നായി അറിയാം, ലീഗിനറിയാം, ഷിബു ബേബി ജോണിനറിയാം, ജോസഫിനറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ മുസ്ലിം ലീഗിന്റെ നിർബന്ധം പരിപൂർണമായിട്ട് അംഗീകരിച്ചതിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു മന്ത്രിസഭ ആയതുകൊണ്ട് ആന്തരികമായ ദൗർബല്യത്തെ കൂടുതൽ ഈ ആന്തരികമായി തന്നെ തളർത്തുക എന്നുള്ള ഒരു തന്ത്രമാണ് സ്വീകരിച്ചു പോരുന്നത് കെ.സി. വേണുഗോപാൽ. അതിന്റെ ഒരു പുതിയ എപ്പിസോഡായിട്ട് തന്നെയാണ് ഇത് കാണേണ്ടത്, മലപ്പുറം എപ്പിസോഡിനെ കാണേണ്ടത്. അത് കുറച്ചുകൂടെ പ്രകടമായി വരികയാണ്. തങ്ങളുടെ നേതാവ് കെ.സി. വേണുഗോപാലാണ് എന്ന് പരസ്യമായി പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അനിൽകുമാറിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും വി.എസ്. ജോയിയുടെ നേതാവ് കെ.സി. വേണുഗോപാലാണെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? പിന്നെന്തിനാണ് യോഗം വിളിച്ചുകൂട്ടി പറയുന്നത്? അതൊരു മുന്നറിയിപ്പാണ്. ഞങ്ങൾ ദാ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് നൽകുന്ന മുന്നറിയിപ്പായിട്ട് മാത്രമേ നമ്മളതിനെ തിരിച്ചറിയേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് അവരുറപ്പിക്കുന്നത്. ആര്? ഈ 3 നേതാക്കളും കെ.സി. വേണുഗോപാലും ഉൾപ്പെടെ ഉള്ളവർ. അവിടെ പൊന്നാനി MLA-യുടെ ദുർബലമായ ശബ്ദം അവർ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അതിനെ സംബന്ധിച്ച് ഇന്ദു മുരളീധരൻ പ്രതികരിക്കുകയാണ്, മുഖ്യമന്ത്രിയും കൂടെ ചേർന്നാണല്ലോ നയിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മുഖ്യമന്ത്രിയും കൂടെ ചേർന്നാണല്ലോ മന്ത്രിസഭ നയിക്കുന്നത്. അത്രയേ ഉള്ളൂ. മുരളീധരനും അതിനപ്പുറത്തേക്ക് ഒരു ഊന്നൽ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടേതാണ് മന്ത്രിസഭയെന്നും മുഖ്യമന്ത്രിയാണ് നയിക്കുന്നത് എന്നും ഉറപ്പിച്ചു പറയാൻ കെ. മുരളീധരൻ എന്ന സതീശൻ ഭക്തന് പോലും കഴിയുന്നില്ല. മുഖ്യമന്ത്രിയും കൂടെ ചേർന്നാണല്ലോ നയിക്കുന്നത് എന്ന ദുർബലമായ വാദത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഈ വാദം താഴ്ന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ പ്രകടമാണ്. ഒരു ഗ്രൂപ്പിസം എന്നുള്ള നിലയിലേക്ക് അതിനെ ഇപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിലും ക്രമേണയായി അത് കരുത്താർജിക്കുകയാണ്. അവരുടെ ആ സംഘടിത സ്വഭാവം എന്നുള്ളത് തന്നെയാണ്. അത് ഗവൺമെന്റ് നയങ്ങളിലൊക്കെ
പല ഘട്ടങ്ങളിലായി പൊളിഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സതീശൻ മുമ്പോട്ട് വെക്കുന്ന നയങ്ങളെല്ലാം യു ടേൺ അടിക്കുന്നു മാധ്യമങ്ങൾ പറയുമ്പോഴും ഈ യു ടേൺ എന്ന് പറയുന്നത് ആന്തരികമായ വൈരുദ്ധ്യങ്ങളുടെ പ്രതിഫലനത്തിന്റെ ഭാഗമായിട്ടാണ് യു ടേൺ മുഖ്യമന്ത്രിക്ക് അടിക്കേണ്ടി വരുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾ പറയാറുമില്ല. പക്ഷെ കൈരളിയിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് വേറെ കാര്യം. കൈരളിയും ദേശാഭിമാനിയും ജനയുഗവും അടക്കമുള്ള മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലെ വൃത്തിയായിട്ട് അതാരും ചെയ്യുന്നുമില്ലല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ആന്തരിക ദൗർബല്യങ്ങൾ നന്നായി തന്നെ സതീശൻ മന്ത്രിസഭയിൽ മൂർച്ഛിച്ചു വരികയാണ് എന്നുള്ളതിന്റെ പ്രകടമായ തെളിവ് തന്നെയാണ് നമ്മൾ ഇന്നലെ മലപ്പുറത്ത് കണ്ടത്. ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ, അല്ലെങ്കിൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് വരുന്ന പല പല വിവാദങ്ങളിൽ ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ മന്ത്രിമാരിൽ തന്നെ ഈ പറയുന്ന പോലെ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലുമോ അദ്ദേഹത്തെ ഒരർത്ഥത്തിലും പ്രതിരോധിക്കാൻ, വി ഡി സതീശനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നില്ല എന്നുള്ളത് അത് യാദൃശ്ചികമാണോ ശ്രീ ജയചന്ദ്രൻ? അല്ല, അതങ്ങനെയല്ല. അതിനെ കാണേണ്ടത് ഗവൺമെന്റ് തങ്ങളുടെയാണ്. പക്ഷേ തങ്ങളുടെ നയങ്ങൾ തങ്ങളുടെ വകുപ്പുകളിലാണ് നടപ്പിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ആർക്കെങ്കിലും പിന്നെ അതിനെ ഡിസെൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. ധനകാര്യം ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടേതാണ്. ബാക്കിയുള്ള മന്ത്രിമാർക്കും MLA-മാർക്കും അടക്കം പലപ്പോഴും ധനകാര്യ വകുപ്പിനെ കീഴടങ്ങി കൊണ്ടേ പോകാൻ പറ്റൂ. അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കാനും പറ്റൂ. അത് ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ധനകാര്യ വകുപ്പിന് നിർണായകമായ മേധാവിത്വം സ്വാധീനമുള്ള സംഗതി തന്നെയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ തങ്ങളുടെ വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പൊതുവായ നയനിലപാടുകൾ മുന്നണി UDF-ന്റെ മുന്നണി കൺവീനർ എവിടെയാണ് ഷമ്മി? അങ്ങനെ ആളിനെ കാണാനുണ്ടോ? മുന്നണിക്ക് എന്തെങ്കിലും നയമുള്ളതായിട്ട് നാട്ടുകാരുടെ അദ്ദേഹത്തിന് പറയാനുണ്ടോ? ഒന്നുമില്ലല്ലോ. KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, പേരിന് മാത്രം. KPCCക്ക് എന്തെങ്കിലും നയമുണ്ടോ? ആ നയമനുസരിച്ചാണോ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ? അങ്ങനെ പറയാൻ KPCC പ്രസിഡന്റ് എപ്പോഴെങ്കിലും കഴിയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇത് ആഴ്ചതോറും ബുധനാഴ്ച തോറും നടക്കുന്ന വാർത്താ സമ്മേളനങ്ങളിൽ നടക്കുന്ന ഒരു ജഗപോക ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് കാണുന്നത്? സതീശന്റെ ഇഷ്ടം പോലെ സതീശൻ ചെയ്യുന്നു. അത് സ്വന്തം വകുപ്പിലും 3 വകുപ്പുകളുണ്ടല്ലോ പ്രധാനപ്പെട്ട, ആ 3 വകുപ്പുകളിലും ചെയ്യുന്നു. മന്ത്രിമാർ അവരവരുടെ വകുപ്പുകളിൽ തങ്ങളാലാവുന്ന നിലയിൽ എന്തൊക്കെയോ ചെയ്ത് പോരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് സംഘടിതമായ ഒരു ക്യാബിനറ്റ് ഫങ്ഷനിങ് അവിടെ കാണാനില്ല. നമ്മളത് കാണുന്നുമില്ല. അതിനെക്കുറിച്ച് വേവലാതി UDF-നില്ല, KPCC-ക്കില്ല, കൂടെ നിൽക്കുന്ന മാധ്യമങ്ങൾക്കുമില്ല. അതങ്ങനെ അങ്ങ് പോയാൽ മതി. കാര്യം LDF-നെ ഒഴിവായി കിട്ടിയല്ലോ. അപ്പൊ എങ്ങനെങ്കിലും ഒന്ന് ഭരിച്ചു പോട്ടെ, സതീശന്റെ തന്നിഷ്ടപ്രകാരമെങ്കിലും അങ്ങനെ എന്ന് പറഞ്ഞാണ് അവർ വിട്ടിരിക്കുന്നത്. പക്ഷേ മറുപക്ഷം തക്കം പാർത്തിരിക്കുക തന്നെയാണ്. ഞങ്ങൾ തക്കം പാർത്തിരിക്കുന്നുണ്ട് എന്ന് സതീശനെ മാത്രമല്ല കൂടെ നിൽക്കുന്ന സതീശ മിത്രങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ മലപ്പുറം യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി തന്നെ ഈ MLA-മാർ, മന്ത്രി ഉൾപ്പെടെ വെളിപ്പെടുത്തുന്നത്. അനിൽകുമാർ അത് തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അത് മന്ത്രിയും MLA-മാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തന്നെ വെളിപ്പെടുത്തുകയാണ്. തങ്ങളുടേതായ സെറ്റപ്പിൽ തന്നെ നിൽക്കുകയാണ്. അതിലാർക്കും ഒരു സംശയവും വേണ്ട. KC വേണുഗോപാൽ അനിഷേധ്യനായി തന്നെ തങ്ങൾ കൊണ്ടു നടക്കുകയാണ്. ഇപ്പോ ഈ KC വേണുഗോപാല് എത്രത്തോളം തന്നെ പരിഗണിച്ചു എന്ന് VS ജോയ് പറയുമ്പോൾ അദ്ദേഹം പിന്നെ കരഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. സന്തോഷത്തിന്റെ കരച്ചിലിന്റെ വക്കിലത്ത് നിന്നാണ് ജോയി ആ വർത്തമാനം പറയുന്നത്. അത്രമേൽ ആരാധനയോടുകൂടിയാണ് ഒരു MLA തന്റെ നേതാവായി MPയെ പറ്റി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയെ പറ്റി ഈ യോഗത്തിൽ പറയുന്നതിന്റെ അർത്ഥം അത് ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് കരുത്തനായ എതിരാളി ഇവിടെ തന്നെ ഉണ്ട്, വേറെ എങ്ങും പോകണ്ട, പുതിയതായി റീഗ്രൂപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ മുഖ്യമന്ത്രിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ, മുസ്ലിം ലീഗിന്റെ കോട്ടയ മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ അതിന് ചെറിയ അർത്ഥങ്ങളല്ല ഉള്ളത്. വലിയ മാനങ്ങൾ തന്നെയുള്ള നടപടികളാണ് അതിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് തന്നെ കരുതുകയും വേണം.